എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്ന 62 ലക്ഷത്തോളം ഗുണഭോക്താക്കളുടെ വീടുകളിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖേന ആളുകൾ സർവേക്ക് എത്തുകയാണ്. അപ്പോൾ അത് ഇലക്ഷൻ മുന്നോടിയായിട്ട് തന്നെയാണ് ഈ ഒരു സർവേ ഇപ്പോൾ നടത്തുന്നത്. അതല്ലാതെ തന്നെ 80 ലക്ഷം വീടുകളിലേക്കും ഈ ഒരു സർവേ നമുക്ക് നടത്തുന്നുണ്ട്. അത് ഇലക്ഷന് മുന്നോടിയായിട്ട് തന്നെ അവരുടെ അടുത്ത പ്രകടന പത്രികയിൽ എന്തൊക്കെയാണ് ഇനി ചേർക്കേണ്ടത്, ജനങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളതൊക്കെ അറിയാനായിട്ടാണ് ഈ ഒരു സർവേ ഇപ്പോൾ നടത്തുന്നത്. ഈ 62 ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ വിതരണം വാങ്ങുന്ന ഗുണഭോക്താക്കളുടെ വീടുകളിലേക്ക് ഇപ്പോൾ പ്രത്യേകം കോളേജ് വിദ്യാർത്ഥികളെയൊക്കെയാണ് നിർത്തിക്കൊണ്ട് തന്നെയും ഈ സർവേക്ക് എത്താൻ പോകുന്നത്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഡയറക്റ്റ് തന്നെയാണ്. പഞ്ചായത്ത് തലത്തിലും അങ്ങനെയൊന്നുമല്ല ഈ ഒരു സർവേ നടക്കുന്നത്. നമ്മുടെ ഓരോ കോളേജുകൾ കേന്ദ്രീകരിച്ച് അവിടുത്തെ വിദ്യാർത്ഥികളായിരിക്കാം ഈ ഒരു സർവേക്ക് എത്തുന്നത്. അങ്ങനെയുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇലക്ഷന് മുന്നോടിയായിട്ട് തന്നെ എന്തൊക്കെയാണ് നമുക്ക് ജനങ്ങൾക്ക് ആവശ്യം എന്നുള്ളതൊക്കെ അറിയാനായിട്ടാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അടുത്ത പ്രകടന പത്രികയിൽ ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയും മുന്നോട്ട് പോകാനായിട്ടാണ് ഇപ്പോൾ ഈ ഒരു സർവേ നടത്തുന്നത്. അല്ലാതെ വേറെ അന്വേഷണമോ കാര്യങ്ങളോ ഒന്നും തന്നെയുമല്ല. ഈ ഒരു സർവേ മാത്രമാണ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് എന്നുള്ള ആവശ്യങ്ങൾ, അല്ലെങ്കിൽ ഈ പെൻഷൻ വാങ്ങുന്നവരുടെ ഇപ്പോഴത്തെ അവസ്ഥകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു സർവേ ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത്. അല്ലാതെ വേറെ അന്വേഷണങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെയും അല്ല. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം, ഒക്ടോബർ മാസ വിതരണം സാധാരണ വരുന്നത് പോലെ തന്നെയും 25-ന് ശേഷം മാത്രമായിരിക്കും. 1600 രൂപ തന്നെയാണ് ഈ മാസവും നമുക്ക് ക്ഷേമ പെൻഷൻ വിതരണം എത്തുന്നത്. എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് 2000 രൂപയാക്കുന്നു എന്നുള്ളത് നമുക്കൊരു അപ്ഡേഷൻ വന്നിട്ടുള്ളതാണ്. എന്ന് മുതലാണ് വർദ്ധിപ്പിക്കുക എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെയും ഇപ്പോൾ അറിയിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്